السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിതം ക്രമീകരിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സൂറത്ത് യാസീനിലെ 47 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ എടുത്തത്. ഇനി 48 മുതലാണ് എടുക്കേണ്ടത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويقولون متى هذا الوعد إن كنتم صادقين. ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون. فلا يستطيعون توصية ولا إلى أهلهم يرجعون. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. ويقولون متى هذا الوعد إن كنتم صادقين. ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون. فلا يستطيعون توصية ولا إلى أهلهم يرجعون. ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون. ويقولون متى هذا الوعد إن كنتم صادقين. ويقولون അവർ പറയുന്നു, അല്ലെങ്കിൽ അവർ ചോദിക്കുന്നു, മതാ ഹാദൽ വഅദു, എപ്പോഴാണ് ഈ വാഗ്ദാനമെന്നവർ ചോദിക്കുന്നു. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണ് എങ്കിൽ എപ്പോഴാണ് ഈ വാഗ്ദാനം സംഭവിക്കുക എന്ന് അവർ ചോദിക്കുന്നു. അഥവാ മക്കയിലെ അവിശ്വാസികൾ നിഷേധപൂർവ്വം പരിഹാസപൂർവ്വം ചോദിക്കുമായിരുന്ന ഒന്നാണ്, എപ്പോഴാണ് ഖിയാമത്തും
ശേഷമുള്ള ഉയർത്തെഴുപ്പുമൊക്കെ ഉണ്ടാവുക. നബിതങ്ങൾ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശമാണല്ലോ ആഖിറത്ത്, പരലോകമെന്നത്. അത് നിഷേധിക്കുന്നവരാണ് മക്കയിലെ മുശ്രിക്കീങ്ങളിൽ പലരും. ചിലർ അംഗീകരിച്ചവരുണ്ട്, എന്നാൽ നബിതങ്ങൾ പഠിപ്പിച്ച എല്ലാ വിശദാംശത്തോടും കൂടി ഒരു അംഗീകരിച്ചിട്ടില്ല. മരിച്ചാൽ പിന്നെ എണീക്കുമെന്ന് വിശ്വസിക്കുന്നവർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വലിയ പ്രശ്നമല്ല. കാരണം ഇവിടൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതെ പോയതുകൊണ്ട് അവിടെയും അങ്ങനെ തന്നെ ആയിരിക്കും എന്നായിരുന്നു പൊതുവെ അവിടേക്ക് ഒരു ധാരണ. പുനർജന്മം വിശ്വസിച്ചവരുണ്ട്, അത് നിഷേധിച്ച അങ്ങനെയൊന്നുമില്ല. ഇൻഹിയ ഇല്ലാ ഹയാത്തുൽ ദുനിയ, ഈ ജീവിതം തന്നെ ഉള്ളൂ, ഇതിനപ്പുറത്ത് വേറൊരു ജീവിതമൊന്നുമില്ല എന്ന് പറയുന്ന നിരീശ്വരവാദികളായ ആളുകളും അവരെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ ആളുകൾ ചോദിക്കുന്നു, മതാഹാദൽ വഅദു, എപ്പോഴാണ് ഈ വഅദ്, ഈ വാഗ്ദാനം എപ്പോഴാണ് എന്നവർ ചോദിക്കുന്നു. ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണ് എങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരിക, എപ്പോഴാണ് ഈ ഖിയാമത്തൊക്കെ സംഭവിക്കുക എന്നവർ ചോദിക്കുകയാണ്. മാ യൻദുറൂന ഇല്ലാ സ്വൈഹതം വാഹിദ, മാ യൻദുറൂന, അവർ പ്രതീക്ഷിക്കുന്നില്ല, ഇല്ലാ സ്വൈഹതം വാഹിദ, ഒരൊറ്റ ഘോരമായ ശബ്ദമല്ലാതെ മറ്റൊന്നും അവർ പ്രതീക്ഷിക്കേണ്ടതില്ല. അഥവാ അവർ വിചാരിക്കുന്ന പോലെ ഇത് ഏതോ കാലത്ത് നടക്കുന്ന ഉറപ്പില്ലാത്ത ഒരു കാര്യമായൊന്നും കാണേണ്ടതില്ല. അവരെ സംബന്ധിച്ച് അവർക്കാകെ അനുഭവപ്പെടുക സ്വൈഹത്തം വാഹിദ, ഒരൊറ്റ ഘോരമായ ശബ്ദം മാത്രമാണ് അവർക്ക് ഉണ്ടാവുക. വഹും യഖിസ്സിമൂൻ, അവർ തർക്കിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കെ, വഹും യഖിസ്സിമൂൻ, അവർ തർക്കിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കെയാണ് അതവരെ പിടികൂടി. യഖിസ്സിമൂൻ എന്ന യഖ്തസിമൂനാണ്. ഇഖ്തസമ യഖ്തസിമു എന്ന പദമാണ് യഖിസ്സിമൂൻ എന്നായി മാറിയത്. യഖ്തസിമൂൻ എന്നതിലെ ആ താഇനെ സ്വാദിലേക്ക് ചേർത്തതാണ്. യഖ്തസിമൂൻ എന്ന താഇനെ സ്വാദിലേക്ക് ചേർത്തു, സ്വാദിൻ്റെ കസ്ർ ഖായിലേക്ക് ഇങ്ങോട്ട് മാറ്റുകയും ചെയ്തു. അതാണ് യഖിസ്സിമൂൻ എന്നായി മാറിയത്. ഫഹും യഖിസ്സിമൂൻ, ഇഖ്തസമ യഖ്തസിമു എന്നർത്ഥം. കേട്ടില്ല? ഖസമ, ഖസമ, ഖാസമ, ഖാസമ പരസ്പരം തർക്കിച്ചു. ഖാസമ, എതിരാളിക്ക് ഖസ്മ് എന്ന് പറയും. ഒരാളുടെ എതിരാളി, നമ്മുടെ ഒരു വാദം ഉന്നയിക്കുമ്പോൾ എതിർവാദം ഉന്നയിക്കുന്ന ആളെക്കുറിച്ച് ഖസ്മ് എന്ന് പറയാം. നമ്മുടെ എതിർവാദം ഉന്നയിക്കുന്ന ആൾക്ക് ഖസ്മ്. ഖാസമ, മറ്റേ മുനാഫിഖ് ലക്ഷണം പറഞ്ഞല്ലോ, ഇതാ ഖാസമ ഫജറ, പരസ്പരം തർക്കിച്ചാൽ അനാവശ്യങ്ങൾ പറയും എന്ന് പറഞ്ഞ അവിടെ ഖാസമ എന്ന വാക്കാണ്. വഹും യഖിസ്സിമൂൻ, അവർ പരസ്പരം തർക്കിക്കുന്നവരായിരിക്കെയാണ് ഖിയാമത്ത് അവർക്ക് ബാധിക്കുക എന്നർത്ഥം. അപ്പോൾ ഖിയാമത്തുണ്ടാവുകയെങ്കിൽ സൂര്യ ഊത്ത്, അത് ആളുകൾ അവരുടെ സാധാരണ ജീവിതത്തിൽ ഇടപഴകുന്ന തമ്മിൽ തർക്കവും അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇടപാടുകളും കൊടുക്കലും വാങ്ങലുമെല്ലാം നടക്കുന്നതിനിടയിലാണ് ഖിയാമത്ത് സംഭവിക്കുക എന്നാണ്. അല്ലാതെ തനിപ്പോൾ നാളെ ഖിയാമത്താണ് എന്നിപ്പോൾ തന്നെ അറിയിപ്പ് കിട്ടി, ഇന്നെല്ലാം റെഡിയായി ഒരുങ്ങി ഇനി എവിടേക്കും പോകണ്ട, പെരുകുത്തിറക്കുക, ഖിയാമത്ത് സംഭവിക്കാൻ പോവുകയാണ് എന്നൊന്നും ഉണ്ടാവില്ല. സാധാരണ പോലെ ആളുകൾ അവനവൻ്റെ ജോലിക്കും നമ്മൾ മറ്റേർപ്പാടിനും എല്ലാ മനുഷ്യന്മാരും പോകും. ഹദീസിൽ കാണാൻ നബി തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് സംഭവിക്കൽ തഖൂമുസ്സാഅ വറജുലാനി ഖദ് നശറാ സൗബഹുമാ യതബായആനിഹി ഫലാ യതിവിയാനിഹി ഹത്താ തഖൂമുസ്സാഅ. രണ്ടാളുകൾ തങ്ങളുടെ വസ്ത്രം കച്ചവടം ചെയ്യാൻ വേണ്ടി കസ്റ്റമറുടെ മുമ്പിൽ കച്ചവടക്കാരുടെ വസ്ത്രം ഇങ്ങനെ നിരത്തി അത് നിവർത്തി വെച്ച് അവർ തമ്മിൽ വിലയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തർക്കിച്ചു കൊണ്ടിരിക്കും. അത് മടക്കി വെക്കുന്നതിന് മുമ്പ് ഖിയാമത്ത് സംഭവിക്കും. അഥവാ സാധാരണ പോലെ അന്നും കടകൾ തുറക്കും, ഓഫീസുണ്ടാകും, ജോലിക്കാർ ജോലിക്ക് പോകും, എല്ലാവരും അവനവൻ്റെ നിത്യജീവിതത്തിൽ അങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇടയിലായിരിക്കും ഖിയാമത്തുണ്ടാവുക എന്നർത്ഥം. തൻ്റെ കന്നുകാലികൾക്ക് കുടിക്കുവാനായി ഒരാൾ തൻ്റെ ടാങ്ക്, ഹൗദ് അതൊക്കെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് വെള്ളം നിറക്കാനുള്ള ആ പരിശ്രമത്തിലായിരിക്കും. പക്ഷേ ആ വെള്ളം കന്നുകാലിക്ക് കൊടുക്കാൻ കഴിയില്ല, അതിന് മുമ്പേ ഖിയാമത്ത് സംഭവിച്ചിരിക്കും. തൻ്റെ തുലാസ് ഇങ്ങനെ ഒരാൾ താഴ്ത്തിട്ടുണ്ടാകും, അത് ഉയർത്തുന്നതിന് മുമ്പ്
ഖിയാമത്ത് സംഭവിക്കും. ഇങ്ങനെ തൻ്റെ ഭക്ഷണം വായിലേക്ക് ഉയർത്തിയിട്ടുണ്ടാകും ഒരാൾ, പക്ഷെ അതങ്ങ് വിഴുങ്ങാൻ അവസരം കിട്ടില്ല, അതിന് മുമ്പ് ഖിയാമത്ത് സംഭവിക്കും എന്നൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. അതാണ് ഇവിടെ തഖുദുഹും വഹും യഖിസിമൂൻ, അതവരെ പിടികൂടും, വഹും യഖിസിമൂൻ, അവർ തമ്മിൽ തർക്കിച്ചു കൊണ്ടിരിക്കെ ഖിയാമത്ത് അവരെ ബാധിക്കുമെന്നാണ്. അപ്പോൾ ഇത് എപ്പോഴാണ് ഇത് ചോദിച്ച് അതൊന്നും നിഷേധഭാവത്തിൽ കളയേണ്ടുന്ന ഒന്നല്ല. മനുഷ്യരെ സംബന്ധിച്ച് ഒരു നിമിഷ നേരം കൊണ്ട് സംഭവിക്കാവുന്ന കാര്യമാകുന്നു. അതിന് മുമ്പ് അടയാളങ്ങൾ ധാരാളമുണ്ട്, പക്ഷേ ആ അടയാളങ്ങളൊക്കെ അതിൻ്റെ സമയത്ത് വന്നു പോയിട്ടുണ്ടാവുന്നതാണ്. ഓരോന്നങ്ങനെ വന്നു പോകും. പലതും സംഭവിച്ചു കഴിഞ്ഞു, പലതും സംഭവിക്കാനിരിക്കുന്നു. അതൊന്നും പ്രത്യേകിച്ച് ഒരു മാറ്റം ചിന്തിപ്പിക്കുന്ന മനുഷ്യന്മാരിൽ ഉണ്ടാക്കുകയില്ല. അപ്പം നബിതങ്ങളുടെ ആഗമനം ഖിയാമത്തിൻ്റെ അടയാളമാണ്. നബിയുടെ വഫാത്ത് ഖിയാമത്തിൻ്റെ അടയാളമാണ്. നബിതങ്ങൾ പറഞ്ഞു ബുഇസ്തു അനാ വസ്സാഅതു കഹാതൈനി ഇൻ കാദത് ലതസ്ബിഖുനി. നബിതങ്ങൾ തൻ്റെ ചൂണ്ടുവിരലും മധ്യവിരലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനും ഖിയാമത്തും ഇങ്ങനെയാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഇൻ കാദത് ലതസ്ബിഖുനി, അത് എന്നെ മുൻകടക്കുമാറായിരിക്കുന്നു. അഥവാ എൻ്റെ മുമ്പേ ഖിയാമത്ത് വരുമോ എന്ന് തോന്നുമാറ് ഞാനും ഖിയാമത്തും ഒന്നിച്ചാണ് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അവസാനത്തെ നബിയാണ്, അവസാനത്തെ ഉമ്മത്താണ്, അവസാനത്തെ വേദഗ്രന്ഥമാണ്. ഇതൊരു കിതാബ് ഇറങ്ങാനില്ല, ഇതൊരു വേറെ ഉമ്മത്ത് ഇവിടെ ഉണ്ടാവാനില്ല, ഇനി നബി വരാനില്ല, അഥവാ എല്ലാം അവസാനിച്ചുവെന്നർത്ഥം. ഹദീസിൽ നബിതങ്ങൾ ഉപമിച്ചത് ദുനിയാവിൻ്റെ മൊത്തം ആയുസ്സിനെ ഒരു പകൽ പോലെ കാണുകയാണ് എങ്കിൽ ദുനിയാവ് ആരംഭിച്ചത് സുബഹിക്കാണ്, അവസാനിക്കുന്നത് മഗ്രിബിക്കുമാണ് എന്ന് കണക്കാക്കിയാൽ നബിതങ്ങൾ വന്നത് അസ്റിൻ്റെ സമയത്താണ് എന്നാണ്. സുബഹി മുതൽ അസ്ർ വരെയുള്ള സമയം കഴിഞ്ഞു നബിതങ്ങൾ വരുമ്പോൾ. നബിയുടെ വരവ് മുതൽ ഖിയാമത്ത് വരെ ഉള്ളത് അസ്ർ മുതൽ മഗ്രിബ് വരെയുള്ള ആ സമയമാകുന്നു എന്നൊക്കെ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് നബിതങ്ങളുടെ വരവ് തന്നെയും. നബിയും ഖിയാമത്തും ഒന്നിച്ചാണ് വന്നത്. ഖിയാമത്തിന് മുമ്പായി 6 കാര്യം നീ എണ്ണിക്കൊള്ളുക എന്ന് നബിതങ്ങൾ പറഞ്ഞതിൽ ഒന്ന് പറഞ്ഞത് എൻ്റെ ആഗമനം എന്നാണ്. ഒന്നാമത്തെ കാര്യം നബിതങ്ങളുടെ വരവ് ഖിയാമത്തിന് അടയാളമാണ്. മറ്റൊരു റിപ്പോർട്ടിൽ എൻ്റെ വഫാത്ത് നിങ്ങൾ അതിലെണ്ണുക എന്ന് കാണാൻ പറ്റും. അപ്പം നബി വഫാത്തായിരുന്നതും ഖിയാമത്തിലേക്ക് അടുത്തു എന്നുള്ള അടയാളമായിട്ടാണ് പഠിപ്പിക്കപ്പെട്ടത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ധാരാളം അടയാളങ്ങൾ പഠിപ്പിക്കപ്പെടുന്നു. ഖുർആൻ തന്നെ പറഞ്ഞു വഖദ് ജാഅ അശ്റാത്തുഹാ, ഖിയാമത്ത് അടയാളങ്ങൾ ഇതാ വന്നിരിക്കുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അടയാളങ്ങൾ വന്നു കഴിഞ്ഞു. അതേപോലെ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, ജനങ്ങൾക്ക് ഇതവിടെ ഹിസാബ് അടുത്തിരിക്കുന്നു, അവർ അശ്രദ്ധയിലായി തിരിഞ്ഞു കളയുകയാണ്. ഇഖ്തറബത്തി സാഅത്തു വൻഷഖൽ ഖമർ, സാഅത്ത് ഖിയാമത്ത് അടുത്തു, ചന്ദ്രൻ പിളർന്നു. അപ്പോൾ ചന്ദ്രൻ പിളർന്നത് ഖിയാമത്തിൻ്റെ അടയാളമാണ് എന്ന് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നു. അതേപോലെ അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലുഹാ, അല്ലാഹുവിൻ്റെ കൽപ്പന വന്നു, നിങ്ങൾ ധൃതി കാണിക്കേണ്ടതില്ല. അതാ അംറുല്ലാ, അള്ളാഹിൻ്റെ കൽപ്പന വന്നതാണ്. ഖിയാമത്തിനുള്ള ഊതാനുള്ള കൽപ്പന വന്നു എന്നല്ല, തൊട്ടടുത്തെത്തി എന്ന അർത്ഥത്തിലാണ് അവിടെ വന്നു എന്ന് പറയുന്നത്. അപ്പോൾ അടയാളങ്ങൾ പലതുമായി സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. സ്വഹീഹ് ഹദീസുകളിൽ തന്നെ പഠിപ്പിക്കപ്പെട്ട ഏതാണ്ട് 100ഓളം അടയാളങ്ങൾ കാണാൻ കഴിയും. ചെറുതും വലുതുമായി സംഭവിക്കുന്ന 100ഓളം അടയാളങ്ങൾ സ്വഹീഹായ ഹദീസിൽ തന്നെ വന്നതുണ്ട്. അല്ലാത്ത ധാരാളമുണ്ട്, ദഈഫ് മൗദൂഉമായ ധാരാളം സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് സ്വഹീഹ് മാത്രം വേർതിരിച്ചുകൊണ്ട് ഗ്രന്ഥമെഴുതിയ ഹദീസുകൾ ക്രോഡീകരിച്ച പണ്ഡിതന്മാരുണ്ട്. അതിലൊക്കെ ഏതാണ്ട് 75, 80, 90 ഒക്കെ അടയാളങ്ങൾ അങ്ങനെ ഖിയാമത്തിന് മുന്നോടിയായി സംഭവിക്കാനുള്ളതായി എടുത്തു പഠിപ്പിച്ചത് കാണാൻ കഴിയും. അല്ലാഹു അഅലം. അപ്പോൾ ഇത് സംഭവിക്കും, അടയാളങ്ങൾ വരും, ഓരോന്ന് വന്നു പോയിക്കൊണ്ടേയിരിക്കും. ചെറുതും വലുതുമായി അടയാളങ്ങൾ വരും. അതൊക്കെ ആളുകൾ അങ്ങനെ മണന്നു പോകും. അതൊന്നും പ്രത്യേകിച്ച് സ്വാധീനമൊന്നും ഉണ്ടാക്കുകയില്ല. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും, അതിനുശേഷം പിന്നെയും കുറേ കാലം കഴിഞ്ഞു പോകാനുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു സംസാരമായി മാറും. പടിഞ്ഞാറ് ഉദിച്ചാൽ പിന്നെ എല്ലാ ദിവസവും പടിഞ്ഞാറ് ഉദിക്കുന്നല്ല, ഒരു ദിവസം പടിഞ്ഞാറ് ഉദിക്കും, പിറ്റേന്ന് മുതൽ സാധാരണ പോലെ തന്നെ കിഴക്കുന്ന സൂര്യൻ ഉദിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു അത്ഭുതമായി കുറച്ച് ദിവസമൊക്കെ ചർച്ച ഉണ്ടാവും, പിന്നെ അതങ്ങനെ
മറന്നു പോകും. പിന്നെ അത് പഴങ്കഥ പറഞ്ഞെടുക്കും, പണ്ടെങ്കിലൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞെടുക്കലുണ്ട്. അതാണ് പടിഞ്ഞാറ് ഉദിക്കുന്നു പറയുന്നത്. ഇപ്പോൾ ശാസ്ത്രീയമായി പറയുന്നുണ്ട്, സൂര്യൻ മെല്ലെ 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 ഇങ്ങനെ ദിശ ചെരിഞ്ഞ് ചെരിഞ്ഞ് പോകുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ പിന്നെ അത് പടിഞ്ഞാട്ടിൽ നിന്ന് ഉദിക്കുന്നു പറഞ്ഞാൽ അതല്ല, അതൊരു പ്രതിഭാസം വേറെ. ഇത് ഒരു ദിവസം മാത്രം സംഭവിക്കുന്ന കാര്യമാണ്, പടിഞ്ഞാറിന്ന് ഉദിച്ചു വരിക. അതല്ല, പടിഞ്ഞാറ് വെച്ചാൽ പിന്നെയും പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ ഉണ്ടാവും. തൗബ സ്വീകരിക്കുക മാത്രം, പിന്നെ തൗബ സ്വീകരിക്കുക. പടിഞ്ഞാറ് ഉദിച്ചു കഴിഞ്ഞാൽ തൗബ സ്വീകരിക്കുക. കാരണം ബോധ്യപ്പെടാത്ത ഏതൊരാൾക്കും ബോധ്യപ്പെടാവുന്ന ദൃഷ്ടാന്തമാണത്. പിന്നെ തൗബ ചെയ്താൽ ആ തൗബയ്ക്ക് സ്വീകാര്യത ഇല്ലെന്നേ ഉള്ളൂ. അതിന് ശേഷവും ഒരുപാട് കാലം മനുഷ്യന്മാരുണ്ടാവും. അത് ഒറ്റ ദിവസം നടക്കുന്ന ഒരു അത്ഭുതം മാത്രമാണ്. അപ്പോൾ അതിലും ശാസ്ത്രീയമായി ന്യായം കണ്ടെത്തി എന്തെങ്കിലുമൊക്കെ പ്രതിഭാസമാണെന്ന് പറഞ്ഞ് അത് കുറച്ച് ദിവസം ഇങ്ങനെ പേപ്പറിലൊക്കെ ചർച്ചയായി അതങ്ങനെ കഴിഞ്ഞു പോകും. പിന്നെ വാപ്പാൽ കുട്ടിയെ കഥ കൊടുക്കും, എൻ്റെ ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ പടിഞ്ഞാട്ടിൽ സൂര്യൻ ഉദിച്ചിരുന്നു എന്ന് കഥ പറഞ്ഞു കൊടുക്കുന്നിടത്തേക്ക് അത് മാറിപ്പോകും. അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ ഇല്ലേ എന്ന് നമുക്ക് തോന്നും, അതൊക്കെ ഉണ്ട്, അതങ്ങനെ ഓരോന്ന് വരുന്നു കഴിഞ്ഞു പോകുന്നു എന്നല്ലാതെ അതൊന്നും മനുഷ്യന്മാർ തിരിച്ചറിയുകയില്ല. അതാണ് ഇവർക്കിത് സംഭവിക്കും. എങ്ങനെ? മായന്നുറൂന ഇല്ലാ സ്വൈഹതം വാഹിദ, ഒരൊറ്റ ഘോരമായ ശബ്ദമല്ലാതെ അവരെ പ്രതീക്ഷിക്കേണ്ടതില്ല. ആ ശബ്ദം വരുമ്പോൾ തഖുദുഹും, അതവരെ ബാധിക്കും, പിടികൂടും. വഹും യഖിസിമൂൻ, അവർ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കെ അതവരെ പിടികൂടുന്നതാണ്. ആ ഒറ്റ ശബ്ദം, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഒറ്റ ഊത്ത്, അതാണ് ആ ഒരു ഘോരമായ ശബ്ദം എന്ന് പറഞ്ഞു. നബി ഞങ്ങൾ പറഞ്ഞു, സ്വാഹിബുൽ ഖർനി, ഈ സൂറിൻ്റെ ആൾ, സ്വാഹിബു സൂർ, സൂറിൻ്റെ ആൾ തൻ്റെ ചുണ്ടിലേക്ക് ആ കാഹളത്തെ അടുപ്പിച്ചിരിക്കുന്നു, നെറ്റിത്തടം ചുളിച്ചിരിക്കുന്നു, തൻ്റെ കാത് കുറിപ്പിച്ചിരിക്കുന്നു. എപ്പോഴാണ് അള്ളാഹിൻ്റെ കൽപ്പന വരിക അപ്പോൾ ഊതാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നുവെന്ന് ഹദീസിൽ കാണാം. ഫലാ യസ്തതീഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ. ഫലാ യസ്തതീഊന, അപ്പോൾ അവർക്ക് സാധിക്കുകയില്ല, തൗസിയതൻ, ഒരു വസിയത്ത് പറയാൻ പോലും സാധിക്കുകയില്ല, വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, കുടുംബങ്ങളിലേക്ക് മടങ്ങിച്ചെല്ലാനും സാധിക്കുകയില്ല. ഫലാ യസ്തതീഊന തൗസിയ, ഒരു ഉപദേശം നൽകുക, വസിയത്ത് നൽകാൻ കഴിയില്ല. കാരണം മരിക്കുകയാണല്ലോ, അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. ഇതൊക്കെ ഇത് പറഞ്ഞേൽപ്പിച്ച് എന്നേക്ക് തൽക്കാലം ഒരു ഏർപ്പാട് ചെയ്ത് അങ്ങനെ പോകാൻ കഴിയുമോ? ഇല്ല. വലാ ഹും യർജിഊൻ, വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, കുടുംബങ്ങളിലേക്കൊട്ട് മടങ്ങാനും സാധിക്കുകയില്ല. എവിടെയാണുള്ളത് അവിടെയാണ് മരിച്ചു വീഴാന്നല്ലാതെ എന്നാൽ ഏതായാലും ഖിയാമത്ത് വരികയാണ്, വേഗം വീടും കൂട്ടി വരിയിൽ പോവുക എന്ന് പറയാനൊന്നും കഴിയില്ല. സാധാരണ മനുഷ്യൻ്റെ ഒരു രീതിയാണുള്ളത്. എന്തെങ്കിലും ഒരു പ്രയാസം സംഭവിച്ചാൽ വേഗം നമ്മൾ കടടിച്ച് വീട്ടിൽ കണ്ട് പോകുമല്ലോ. ഒരു പ്രശ്നമാണ്, ഒരു പ്രക്ഷോഭം വരികയാണ്, മറ്റൊരു പ്രയാസം വരികയാണ്, ശക്തമായ മഴ പെയ്തു, ശക്തമായ കാറ്റടിച്ചു, ആകെ പ്രയാസം തോന്നുമെങ്കിൽ വേഗം നമ്മളൊക്കെ നിർത്തി, സ്കൂളൊക്കെ നേരത്തെ വിട്ടു, കടകളൊക്കെ പൂട്ടി, നമ്മളൊക്കെ വേഗം ഇറങ്ങി വേഗം വീട്ടിൽ കണ്ട് പോവുക എന്ന് പറഞ്ഞ് അവനാൻ്റെ വീട്ടിലേക്ക് അവനാൻ്റെ മക്കളെ കൂടെ അവനാൻ്റെ ഭാര്യമാരുടെ കൂടെ വന്നിരിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ ചിന്തിക്കുക. ഇത് അതിന് പോലും ഒരവസരം ഉണ്ടാവില്ല. അപ്പോൾ ഖിയാമത്ത് ഇങ്ങനെ ഇതാ വരാണ്ട് എന്ന് പറഞ്ഞ് രാവിലെ തന്നെ ഒരു വാണിംഗ് ഒക്കെ കിട്ടി, ഇന്ന് നടക്കാൻ പോവുകയാണ് എന്ന് മനസ്സിലാക്കി വേഗം സ്കൂളൊക്കെ നേരത്തെ വിട്ടുണ്ട്. എന്നിപ്പോൾ ഖിയാമത്ത് നാളാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഫലാ യസ്തതീഊന തൗസിയ, അവർക്കൊരു വസിയത്ത് ചെയ്യാൻ പോലും സാധിക്കില്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങിച്ചെല്ലാനും അവരെ കൊണ്ട് സാധിക്കുകയില്ല. എവിടെയാണുള്ളത് അവിടെ അങ്ങനെയാണ് നിൽക്കുന്നതാണ്. അതായത് ലാ യസ്തതീഉ ബഅ്ദുഹും അൻ യൂസിയ ബഅ്ദൻ ലിമാ ഫീഹിഹി മിൻ ഹഖ്ഖിന, തൻ്റെ കൈവശമുള്ള ഹക്കുകളുടെ കാര്യത്തിലൊന്നും തമ്മിൽ ഒരു വസിയത്ത് പറയാൻ കഴിയില്ല. അതേപോലെ പിന്നെ അവർക്ക് ബിത്തൗബത്തി വലിഖ്ലാഇ ബൽ യമൂതൂന ഫി അസ്വാഖിഹിം വമവാദിഇഹിം. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹു തആല തഫ്സീറാണത്. അവർക്ക് തൗബ ചെയ്യാനോ അതേപോലെ തിന്മയിൽ നിന്നും ഒരു പിന്തിരിയാനോ പോലും കഴിയുകയില്ല. അപ്പോൾ തെറ്റ് ചെയ്യുന്ന മനുഷ്യന്മാർ ആ തെറ്റിന് മുഴുകിയിരിക്കുകയാവും, ഖിയാമത്തുണ്ടാവും. നിർത്തിവെക്കാൻ, ആ തെറ്റൊന്ന് അവസാനിപ്പിക്കാൻ പോലും കഴിയില്ല. എന്ന് മാത്രമല്ല ബൽ യമൂതൂന ഫി അസ്വാഖിഹിം വമവാദിഇഹിം, അവർ എവിടെയാണോ ഉള്ളത് അവിടെ മരിച്ചു വീഴുന്നു. അങ്ങാടികളിൽ അവർ മരിച്ചു വീഴുന്നു. ആ നാട്ടിൽ മടിച്ചാൽ പോലും ആ മയ്യിത്തൊന്ന് വിട്ടുകൊണ്ടുപോവുക അതുപോലുമില്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, അവരുടെ കുടുംബത്തിലേക്ക് മടങ്ങാൻ പോലും കഴിയില്ല. പിന്നെ കുടുംബമില്ല, പിന്നെ വീടില്ല, എല്ലാം അതോടുകൂടി തകരുന്നു. ഇതാണ്
ഖിയാമത്ത്. ഇതല്ലാതെ വേറെ എന്താണ് അവർ കാത്തിരിക്കാനുള്ളതാണ്? ഇതാണ് ലോകത്തിൻ്റെ ഖിയാമത്ത്. ഇനി മനുഷ്യൻ്റെ ഓരോരുത്തരും ഖിയാമത്തോ അതും സമാനമാണ്. ഒരാളുടെ ഖിയാമത്ത് എന്നുള്ളത് അയാളുടെ മരണമാണ്. ഒരാൾ മരിച്ചാൽ അയാളുടെ ഖിയാമത്തായി. ചെറിയ ഖിയാമത്ത് അല്ലെങ്കിൽ ഖിയാമത്ത് സുഗ്റ, ചെറിയ ഖിയാമത്ത് എന്ന് പറയുന്നത് ഓരോരുത്തരെയും മരണം അവൻ്റെ ഖിയാമത്താണ്. അതും അങ്ങനെ തന്നെയാണ്. അവിടെ ഒരു മയ്യത്ത് വിട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ നടക്കുന്നതിനിടയിൽ, ഇരിക്കുന്നതിനിടയിൽ, കച്ചവടത്തിനിടയിൽ, ജോലിക്കിടയിൽ മനുഷ്യൻ എങ്ങനെയാണ്ട് കുഴഞ്ഞു വീണ് മരിക്കുന്നു, അറ്റാക്കായി മരിക്കുന്നു. ഇതൊക്കെ ജീവിതത്തിൽ കാണുന്ന കാഴ്ചകളാണ്. ഇതാണ് ഓരോരുത്തരുടെയും ഖിയാമത്ത്. അപ്പോൾ അവർക്ക് തിരിച്ചു പോകാനോ കുടുംബത്തിലേക്ക് എത്താനോ ഒന്നും അവർക്ക് സാധിക്കുകയില്ല. വനുഫിഖ ഫിസ്സൂറി ഫഇദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. വനുഫിഖ ഫിസ്സൂർ, സൂറിൽ വീണ്ടും ഊതപ്പെടുകയും ചെയ്താൽ. രണ്ടാമത്തെ ഊത്താണത്. വനുഫിഖ ഫിസ്സൂർ എന്ന ഈ ഊത്ത് രണ്ടാമത്തെ ഊത്ത്. ഒന്നാമത്തെ ഊത്ത് നേരത്തെ പറഞ്ഞു, തൗഖുഹും യഖ്സിമൂൻ. ഈ രണ്ടാമത്തെ ഊത്ത്, ആ ഊത്തോടുകൂടി ഫഇദാഹും, അപ്പോഴതാ അവർ മിനൽ അജ്ദാസി, അവിടെ കുഴിമാടങ്ങളിൽ നിന്ന്, ഖബറുകളിൽ നിന്ന്, ഇലാ റബ്ബിഹിം, തങ്ങളുടെ റബ്ബിലേക്ക്, യൻസിലൂൻ, റബ്ബിലേക്ക് അവരതാ ഒഴുകയായി, അള്ളാഹുവിലേക്ക് പുറപ്പെട്ടു പോവുകയായി എന്നർത്ഥം. അജ്ദാസ്, ജദസ് എന്നതിൻ്റെ ബഹുവചനമാണ് അജ്ദാസ് എന്നത്. റബ്ബിലേക്ക് കുഴിമാടങ്ങൾ, ഖബറുകൾ, അതാണ് അജ്ദാസ് എന്ന് പറയുക. റബ്ബിലേക്ക് അവർ യൻസിലൂൻ ഐ യഖ്റുജൂൻ, നസല യൻസിലു എന്ന് പറഞ്ഞാൽ ഖറജ യഖ്റുജു എന്നാണ് നേരെ അതിന് അർത്ഥം. ഖറജ വേഗത്തിൽ പോവുക, അസ്റ എന്ന അർത്ഥത്തിലും ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സന്താന പരമ്പരയ്ക്ക് നെസ്ൽ എന്ന് പറയാം. ഒരു മനുഷ്യൻ്റെ സന്താന പരമ്പര നെസ്ല്, കാരണം അവനിൽ നിന്നാണത് പുറപ്പെടുന്നത്. ഈ സന്താന പരമ്പര തുടക്കം, ഉത്ഭവം അവിടെ നിന്നാണല്ലോ. അതുകൊണ്ടാണതിന് നെസ്ല് എന്ന പേര് വന്നിരിക്കുന്നത്. നെസ്ലാൻ എന്ന് പറയും വേഗത്തിൽ നടക്കുന്ന ആൾക്ക്, സ്പീഡ് നടക്കുന്ന ആൾക്ക് പറ്റി നെസ്ലാൻ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഈ ഒരു പ്രയോഗത്തിൽ നിന്നാണ്. ഹഫർ, കുഴിമാടം, ഖബറാവാം അല്ലാത്തതുമാവാം. അപ്പം അവർ രണ്ടാമത്തെ ഊത്തോടുകൂടി ഫഇലാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന്, ഖബറുകളിൽ നിന്ന് അവിടെ തങ്ങളുടെ റബ്ബിലേക്ക് വേഗത്തിൽ പുറപ്പെടുന്നവരായി മാറി. അപ്പോൾ ഒരു ഊത്തോടു കൂടി എല്ലാം കഴിഞ്ഞു. രണ്ടാമത്തെ ഊത്തോടു കൂടി എല്ലാവരും അതാ എഴുന്നേൽക്കുകയാണ്. ആ ഊത്താണ് ഈ പറഞ്ഞ വനുഫിഖ ഫിസ്സൂർ എന്ന് പറഞ്ഞ ഊത്ത്. അതുകൊണ്ട് എല്ലാവരും എഴുന്നേൽക്കുന്നു. തങ്ങളുടെ എവിടെയാണോ തങ്ങൾ ഉള്ളത് അവിടുന്ന്, ഖബറാണ് ഈ ഖബർ, അതല്ല ഭൂമിയുടെ ഏത് ഭാഗത്ത് എങ്ങനെയാണ് അവൻ കിടക്കുന്നത്, അവിടുന്നൊക്കെ അവർ എണീക്കുകയായി, റബ്ബിലേക്ക് അതാ ധൃതിപ്പെട്ട് പോവുകയായി. ഫൈദാഹും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, റബ്ബിലേക്ക് അവർ പോകും. സൂറത്ത് മഅരിജ് പറഞ്ഞല്ലോ, യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ കഅന്നഹും ഇലാ നുസ്ബിൻ യൂഫിളൂൻ. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസ്, ഇതേ വാക്ക് അവിടെ ഖബറുകളിൽ നിന്ന് അവർ യൗമ യഖ്റുജൂന, അവിടെ യൗമ യഖ്റുജൂന, ഇവിടെ യൻസിലൂനാണ്, ഒരർത്ഥമാണ്. യൗമ യഖ്റുജൂന മിനൽ അജ്ദാസ്, ആ ഖബറുകളിൽ നിന്ന് പുറത്തു വരുന്ന ദിവസം, സിറാഅൻ, ധൃതിപ്പെട്ടവരായിക്കൊണ്ട്, കഅന്നഹും ഇലാ നുസ്ബിൻ യൂഫിളൂൻ, ഒരു നാട്ടക്കുറ്റിയിലേക്ക് അവർ ഒഴുകിച്ചെല്ലുന്നത് പോലെ ഉണ്ടാകുന്നതാണ്. ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നാട്ടക്കുറ്റി വെച്ച് അതിലേക്ക് ഒന്നാകെ ഒഴുകുന്ന പോലെ ഏതോ ഒരാൾ വിളിച്ചു, ആ വിളിയും കേട്ട് ഒന്നാകെ എഴുന്നേറ്റ് കോടാനുകൂടി മനുഷ്യന്മാർ ഭൂമിയിൽ അടിയിൽ നിന്ന് എണീറ്റ് വന്ന് ഒന്നാകെ അവിടെ അങ്ങനെ ഒഴുകിപ്പോകുന്നു. യൗമയത്തബിഉ ദാഇയ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞ മറ്റു പ്രയോഗം അതാണ്. വിളിച്ചവനെ പിന്തുടരുന്ന ദിവസം. ഒരു വിളി കേട്ടു, ആ വിളി കേട്ടിട്ട് ആരോ വിളിച്ചിട്ട് ആ വിളി കേട്ട് ഓടിച്ചെല്ലുന്ന പോലെ കോടാനുകൂടി മനുഷ്യന്മാരങ്ങനെ ഖബറിൽ നിന്ന് എണീറ്റ് വന്ന് എല്ലാവരും കഅന്നഹും ഇലാ നുസ്ബിൻ യൂഫിളൂൻ, ഒരു നാട്ടക്കുറ്റിലേക്ക് ഒഴുകിപ്പോകുന്നത് പോലെ അവരങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാകുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വല്ലാഹു അഅലം. ഇതൊക്കെ സംഭവിക്കാനുള്ള യാഥാർത്ഥ്യങ്ങളാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കൽ മാത്രമാണ് പരിഹാരമുള്ളത്. റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويقولون متى هذا الوعد إن كنتم صادقين
ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون سبحانك اللهم وبحمدك